കൊറോണ എന്ന വൈറസ് കാരണമായി ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചിട്ടുണ്ട്. എന്നാൽ കോടിക്കണക്കിന് ആളുകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതൊരു വൈറസ് അല്ല, ഒരു ചിന്താഗതിയാണ്. അതെന്തെന്നല്ലേ? തന്നെക്കൊണ്ട് ഇതിന് കഴിയില്ല, ഞാൻ ഇതിനൊന്നും പറ്റിയ ആളല്ല, ഇതൊന്നും എന്നെപ്പോലുള്ളവർക്ക് പറഞ്ഞതല്ല എന്ന ചിന്താഗതി. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും സാധിക്കുമെന്നും സാധിക്കണമെന്നും അല്ല പറഞ്ഞു വരുന്നത്. ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നാം നേടിയെടുക്കുക തന്നെ വേണം. അതിന് അത്യാവശ്യമായ പരിശ്രമങ്ങൾ നാം ചെയ്തേ തീരൂ, ചെയ്യാനാവുകയും ചെയ്യും. ഇങ്ങനെ നമുക്ക് വേണ്ടി നാം ചെയ്യേണ്ട പരിശ്രമങ്ങളിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കുന്ന, നമ്മുടെ ഉള്ളിൽ തന്നെ കുടികൊള്ളുന്ന ഒരു ദുശക്തിയാണ് മേൽപ്പറഞ്ഞ ചിന്താഗതി. പച്ച വെള്ളത്തെപ്പോലെ എന്തിനും ഏതിനും വഴങ്ങുന്ന മറ്റെന്തെങ്കിലും ഒന്ന് പ്രകൃതിയിലുണ്ടോ എന്ന് ചോദിച്ചാൽ കുഴഞ്ഞതു തന്നെ. വെള്ളം ഒഴുകും, കെട്ടി നിൽക്കും, ഇറങ്ങും, കയറും. അതിലെന്തെങ്കിലും ഒരു നിറം ചേർത്താൽ അത് ആ നിറത്തിലായിത്തീരും. എന്നാൽ ഒരു അരുവിയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിനോട് കരയിൽ കുത്തനെ നിന്നൊരാൾ വെള്ളമേ വാ, വെള്ളമേ വാ എന്ന് എത്ര വട്ടം വിളിച്ചാലും അയാളുടെ കൈകളിലേക്ക് വെള്ളം കയറി വരുമോ? ഒരിക്കലുമില്ലല്ലോ. കരയിൽ നിന്ന് കുമ്പിട്ടോ വെള്ളത്തിലേക്ക് ഇറങ്ങിയോ കോരിയെടുക്കാതെ അയാൾക്ക് വെള്ളം കിട്ടുന്ന പ്രശ്നമേയില്ല. ഇതുപോലെയാണ് എല്ലാ കാര്യവും. ഓരോന്നിനും അതിൻ്റേതായ പരിശ്രമങ്ങൾ ചെയ്യണം. ഏതൊരു വടവൃക്ഷമാണെങ്കിലും അതിനെ കുത്തനെ നിർത്തുന്ന വേരുകൾ ഭൂമിക്കടിയിലുണ്ട്. ഏത് തൈച്ചെടിയാണെങ്കിലും അതിനടിയിൽ ഒരു വിത്ത് കിടപ്പുണ്ട്. അതുപോലെ ലോകത്ത് ആര് എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിനു പിന്നിൽ അവരുടെ ഒരു ഉറച്ച തീരുമാനമുണ്ട്. അതില്ലാതെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല. അതുണ്ടായാൽ ആർക്കും ചെയ്തുകൂടാത്ത ഒരു കാര്യവുമില്ല. ആ തീരുമാനം അവരെ കൊണ്ട് അതിനു വേണ്ടതെല്ലാം ചെയ്യിച്ചിരിക്കും. ഒരു ഭക്ഷണം പാകം ചെയ്യും പോലെ അതിൽ ചേർക്കേണ്ട വസ്തുക്കളെല്ലാം ക്രമപ്രകാരം ചേർത്ത് പാകമായ വിധത്തിൽ വേവിച്ചെടുത്താൽ ആർക്കും ഭക്ഷണം ഉണ്ടാക്കാനാവും. ഒരേ ഭക്ഷണം ഒരുപാട് ആളുകൾ ഉണ്ടാക്കുന്നില്ലേ? എല്ലാ കാര്യവും ഇങ്ങനെ തന്നെയാണ്. ചില കുട്ടികളോട് അവർ പഠിക്കുന്ന കോഴ്സിനെ കുറിച്ച് ചോദിച്ചാൽ ഒരുപാട് നെഗറ്റീവുകൾ പറയും. അവസാനം പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു സ്കോപ്പും ഇല്ലെന്നും പറയും. അതുപോലെ ചിലരോട് അവരുടെ ബിസിനസ്സിനെ കുറിച്ച് ചോദിച്ചാൽ നെഗറ്റീവുകളാണ് പറയുക. അത് തുടരുന്നതിനേക്കാൾ നിർത്തുന്നതാണ് നല്ലതെന്നും പറയും. ഇത്തരക്കാരുടെ വിവരണം ഒരിക്കലും സത്യമല്ല. ഒന്നുകിൽ അവർ കളവ് പറയുന്നു, അല്ലെങ്കിൽ അവർ അതിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിക്കുന്നു. ഇതിൽ രണ്ടാമത്തെ വിഭാഗത്തിലാണ് പെടുന്നതെങ്കിൽ അവർ നാം പറഞ്ഞു വരുന്ന അസുഖമുള്ളവരാണ്. അവർക്ക് കൊടുക്കേണ്ട ചികിത്സ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ആത്മവിശ്വാസം പകരലും ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ അവരെ പ്രേരിപ്പിക്കലുമാണ്. ചിലർ മറ്റൊരു തരക്കാരാണ്. അവർ ഓരോ കാര്യങ്ങൾ ചെയ്യും. അവരുടെ കാഴ്ചപ്പാടിൽ അത് വിജയകരമായിരിക്കില്ല. എന്നിട്ട് അവർ സ്വയം വിലയിരുത്തും, എൻ്റെ വിധി ഇതാണ്, എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ശുദ്ധ അസംബന്ധമാണിത്. എന്താണ് വിധി? അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി നമുക്ക് ഏത് കാര്യത്തിലും സമാധാനിക്കാനുള്ള ഒരു ഘടകമാണ്. ഒരു വിഷയത്തിൽ നാം ചെയ്യേണ്ട പരിശ്രമങ്ങൾ സമാധാനത്തോടെയും ക്രമപ്രകാരവും ചെയ്യാൻ ഈ വിശ്വാസം നമ്മെ സഹായിക്കുന്നു. ഇനി ഒരു കാര്യം നടക്കുന്നതിന് വേണ്ടി നാം ചെയ്യേണ്ട നമ്മുടെ പരിധിയിൽപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞ ശേഷം സധൈര്യം സമാധാനത്തോടെ അതിൻ്റെ ഫലം പ്രതീക്ഷിച്ചിരിക്കാനും ഈ വിശ്വാസം നമ്മെ സഹായിക്കുന്നു. അല്ലാതെ ഒരു കാര്യത്തിനു വേണ്ടി ഒന്നും ചെയ്യാതെ എൻ്റെ വിധി പോലെ വരും എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കാനോ, അതല്ലെങ്കിൽ ഒരു കാര്യത്തിൽ പരാജയം സംഭവിച്ചതിനെ തുടർന്ന് ഇനി ഞാൻ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, എൻ്റെ വിധി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നിരാശപ്പെടാനോ വിധിയിലുള്ള വിശ്വാസം അനുശാസിക്കുന്നതായി ഒരു പ്രമാണങ്ങളിൽ നിന്നും കണ്ടെത്താനാവില്ല. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയികൾ ഏറ്റവും അധികം പരാജയത്തിൻ്റെ രുചി അറിഞ്ഞവരാണെന്ന സത്യം നാം മറക്കാനും പാടില്ല.